ഹായ് പ്രിയമുള്ളവരെ, അയലത്തെ മലയാളിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എങ്കിലും സ്വന്തം പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് അനീഷേട്ടൻ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഉള്ളിൽ കൊണ്ടു. ഈ അവസാന നിമിഷം വോട്ട് അഭ്യർത്ഥിക്കുവാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനുമല്ല ഞാൻ വന്നത്. കാരണം അവസാന മണിക്കൂറുകളിലേക്കായിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്തു കാണും. അതുകൊണ്ട് തന്നെ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും സംസാരിക്കുവാനല്ല ഞാനിവിടെ വന്നത്. പക്ഷേ സ്വന്തം പ്രതിബന്ധത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, "ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഒറ്റപ്പെട്ട് എന്നുള്ളത് എൻ്റെ തന്നെ തെറ്റാണ്." ഞാൻ ഓർത്തു അത് അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നുവെന്ന്. ഒരു സാധാരണക്കാരൻ സെലിബ്രിറ്റികളുടെ ഇടയിലേക്ക് വരുമ്പോൾ വരുന്ന ഒരു അങ്കലാപ്പ്, അത് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട അനീഷേട്ടനും വന്നു കഴിഞ്ഞു. അവിടെ എനിക്കും നിങ്ങൾക്കും തോന്നുന്ന അതേ തോന്നല്, അതേ ഒറ്റപ്പെടല്, അത് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു. അവിടെ പഞ്ചപുച്ഛ മടക്കി നിന്നില്ല. പക്ഷേ ഇവരാലൊന്നും സ്വീകരിക്കപ്പെടാത്ത, ഇവരാലൊക്കെ പുച്ഛം മാത്രം നേരിടുന്ന, "നീ ഒരു കലാകാരനല്ല, നീ കലാകാരനെ അപമാനിക്കാൻ വന്നവനാണ്, നീ കയ്യടിക്കേണ്ടവൻ മാത്രമാണ്, നിനക്ക് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ വരുവാൻ." അങ്ങനെയുള്ള തരത്തിൽ അതുകൊണ്ടാണ് കൂട്ടം കൂടിയുള്ള ആക്രമണം ടപ്പേ 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 എന്ന് അഴിച്ചുവിട്ടത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു സൗഹൃദം. ഷാനവാസ് പലപ്പോഴും ഒത്തിരിയേറെ പേര് ഉള്ളിലുള്ളവരും പുറത്തുള്ള നമ്മളെ ജനക്കൂട്ടം മുഴുവൻ പറഞ്ഞു, ഷാനവാസിനെ വിശ്വസിക്കരുത്. പക്ഷേ എന്നിട്ടും ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക, അതൊരു അഭിനയമായിക്കൊള്ളട്ടെ, യാഥാർത്ഥ്യമായിക്കൊള്ളട്ടെ, അവിടെ അനീഷേട്ടൻ പിടിച്ചു തൂങ്ങിയാണ്. എനിക്ക് വേണ്ടത് കപ്പല്ല, മറിച്ച് സ്നേഹമാണ്. എനിക്ക് വേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. ഞങ്ങളും നിങ്ങളും ഒന്നാണ് എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഇവിടെ അനീഷേട്ടൻ ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളോടും പറയുവാനുള്ളത് ഈ ഒരു കാര്യമാണ്. ഈ സൗഹൃദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അനീഷേട്ടനല്ല തെറ്റ് പറ്റിയിരിക്കുന്നത്. സാധാരണക്കാരനായ അനീഷേട്ടനല്ല തെറ്റ് പറ്റിയിരിക്കുന്നത്. എന്നെയും നിന്നെയും പോലുള്ള, നിങ്ങളെയും പോലുള്ള സാധാരണക്കാരെ ആരെങ്കിലും, ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികൾ സൗഹൃദം നടിച്ച് പറ്റിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്നെ നോക്കിക്കൊണ്ട് ഏതെങ്കിലും പ്രശസ്തരായ ഒരു വ്യക്തി പ്രണയത്തിൻ്റെ ചെറിയ ചേഷ്ടകൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണു പോകും. എന്നെ ഇപ്പോൾ കല്യാണി പ്രിയദർശനോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തരായ ഒരു നടിമാരോ ചെറിയൊരു സ്നേഹത്തിൻ്റെ അംശം കാണിച്ചാൽ മതി, ഞാൻ വീണു പോകും. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. അതുതന്നെ ഇവിടെ അനീഷേട്ടന് സംഭവിച്ചു. അവിടെ സ്നേഹത്തിൻ്റെ ചില പ്രദർശനങ്ങൾക്ക് മുന്നിൽ അനീഷേട്ടൻ വീണു പോവുകയാണ്. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സാധാരണക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ അനീഷേട്ടൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ വിജയമാണ്. അതല്ല എങ്കിൽ ഇവിടെ നമ്മുടെ അനുമോൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് പി ആറിൻ്റെയും സമ്മർ മീഡിയയുടെയും രാജ് ടോക്സിൻ്റെയും അൻസിബ് മൂൾനെറ്റുമിയുടെയും അതുപോലെയുള്ള പല യൂട്യൂബ് ചാനലുകളുടെയും വിജയമാണ്. ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ വളർത്തിയത് നമ്മളാണ്, ഞാനും നിങ്ങളുമാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഈ ചാനലുകളെയൊക്കെ നമ്മൾ വളർത്തിയത്. ഇപ്പോൾ അവർ കാശ് മേടിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ കഴിഞ്ഞ 2 വർഷമായിട്ട് വിജയിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുക്കണം, ആര് വിജയിക്കണം? ജനങ്ങൾ വിജയിക്കണോ? PR വിജയിക്കണോ? അവർ പറയുന്ന പേരുകൾക്കല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന പേരുകൾക്കാണ്. ഞാൻ അക്ബറെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഞാൻ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഞാൻ അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. എൻ്റെ വോട്ട് അനീഷേട്ടനാണ്. പക്ഷെ നിങ്ങളുടെ വോട്ട് ആർക്ക് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് അനുമോൾക്കാകരുതെന്ന് പറയുന്നത് PR-ൻ്റെ പത്തി മടക്കുവാനാണ് വേണ്ടിയിട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇഫ് യു സബ്സ്ക്രൈബ്, I will be so happy. Thank you.